ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യവരത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സീൻ തുടങ്ങുന്നത്. മോഹിനി മകനോട് പറയുകയാണ്, ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നീ വല്യമ്മയോട് പോയി പറയണം, ഇവിടുത്തെ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇനി വരുന്ന അനന്തരാവകാശിയായ എൻ്റെ കുട്ടിയിലേക്ക് തരണമെന്ന്. ഇത് കേട്ടതായും പോലും ഭാവിക്കാതെ അരുൺ അങ്ങ് പോവുകയാണ്. ഇതുകൊണ്ട് അന്തിച്ച് നിൽക്കുകയാണ് മോഹിനി. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ സെല്ലിനകത്ത് നിൽക്കുന്ന നന്ദയാണ്. നന്ദ അവിടുന്ന് പറയുന്നുണ്ട്, എന്ത് അനീതിയാണ് എന്നോട് ഈ കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? അവിടെ ഗൗതം സാറല്ലേ തെറ്റ് ചെയ്തത്? എൻ്റെ കുട്ടിയെയല്ലേ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ പോലീസുകാരിക്ക് അവളോട് സഹതാപം തോന്നുന്നുണ്ട്. ആ സമയത്താണ് എസ് ഐ അങ്ങോട്ട് വരുന്നത്. എസ് ഐ ചോദിക്കുന്നുണ്ട്, അല്ല, ആ കുട്ടിയുടെ കരച്ചിലെല്ലാം മാറിയോ എന്ന്. അവളുടെ ഭാഗത്ത് കാര്യമായി തെറ്റൊന്നുമില്ല. അവളുടെ മകളെയാണ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോലീസ് വർഗത്തിൻ്റെ തന്നെ ശാപമല്ലേ മേലുദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത്. ഇത് അപ്പോഴേക്കും അവിടേക്ക് നിർമ്മൽ കടന്നു വരുന്നുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിർമ്മലാണെന്നും നന്ദയെ കാണാൻ വന്നതാണെന്നും പറയും. വക്കീലിനെ കൊണ്ടുവന്നാൽ അവളെ ജാമ്യത്തിൽ വിടാൻ പറ്റുമോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐ പറയും, അതൊന്നും നടക്കില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ACP സാറുമായി കണ്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കൂ, അല്ലാതെ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതും കേട്ടുകൊണ്ട് നിർമ്മൽ പോകുന്നില്ല. അപ്പോൾ നിർമ്മൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് നന്ദയെ കാണാനുള്ള ഒരു അനുമതി തരുമോ എന്ന്. പോലീസുകാർ അതിന് സമ്മതിക്കും. അങ്ങനെ നിർമ്മൽ നന്ദയുടെ അടുത്തേക്ക് പോകും. നിർമ്മലിനെ കണ്ടപാടെ നന്ദ പൊട്ടിത്തെറിക്കുകയാണ്. നിനക്ക് സമാധാനമായല്ലോ നിർമ്മൽ, എൻ്റെ കുഞ്ഞിനെയല്ലേ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഞാൻ ഇവിടെയുമായി ഈ കഴിഞ്ഞ 6 വർഷവും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഇപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നിർമ്മൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല നന്ദി. ഗൗരിമോളുടെ സങ്കടം സഹിക്ക വയ്യാതെയാണ് ഞാൻ ഗൗതമേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയായിപ്പോയി. അതിലെനിക്ക് എന്ത് ചെയ്യാനാണ്? ഞാൻ ഇനി നിന്നെ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. നമുക്കെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം? അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ എന്ന്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. ഗൗരിയല്ല, നന്ദ പറയുന്നുണ്ട്, ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ റിട്ടയർഡ് ADGP ഇവിടെ വരണം. അതും കേട്ട് നിർമ്മൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇന്ദിവരത്തിൻ്റെ ഹാളാണ്. അവിടെ അരുന്ധതി, ലക്ഷ്മി, മഹേശ്വരി എന്നിവരെല്ലാം ഇതിനെപ്പറ്റിയുള്ള ചർച്ചയിലാണ്. മഹേശ്വരനും ലക്ഷ്മിക്കും നല്ല സന്തോഷമാണ്. കാരണം ഗൗരിമോൾ ഗൗതത്തിൻ്റെ മകളാണല്ലോ. അത് തന്നെ. എന്നാൽ ഇതൊന്നും അത്ര അംഗീകരിച്ചു തരാൻ വല്യമ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്നുണ്ട്, ഓ, നിങ്ങളെല്ലാം അവളെ കൊച്ചുമകളായി അംഗീകരിച്ചു അല്ലേ എന്ന്. അതല്ലാതെ പിന്നെ എങ്ങനെയാ എടുത്തി, അവളുടെ കൊച്ചുമകളല്ലേ അവളെ നമുക്ക് ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? നിങ്ങൾ എടുത്തി ഒന്ന് അവളെ നോക്കൂ. ഗൗതത്തോടല്ലേ അവൾക്ക് ഏറെ ചേർച്ചയുള്ളത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഗൗരിമോളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഗൗതമും നന്ദമോനും. നന്ദമോൻ പിന്നെ ഗൗതത്തിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതം അപ്പോൾ ഗൗരിമോളെ കണ്ട കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും, പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടതും, പിന്നീട് പോലീസ് അസോസിയേഷനിലെ അനുമോദന ചടങ്ങിൽ തന്നെ ദത്തെടുക്കാമെന്നോ എല്ലാം ചോദിക്കുന്നതും, ഇതെല്ലാം ഓർത്ത് ഗൗതമിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നന്ദുമോൻ അപ്പോൾ ചോദിക്കുന്നു, പപ്പ കരയുകയാണോ? ഇത് കേട്ടതോടെ ഗൗതം പറയുന്നു, കരയുകയല്ല മോനെ, ഗൗരിമോൾക്ക് സുഖമില്ലല്ലോ, അത് ഓർത്തപ്പോൾ സങ്കടം വന്നതാണെന്ന്. ഈ സമയത്താണ് പിങ്കി അവിടേക്ക് കടന്നു വരുന്നത്. പക്ഷെ പിങ്കിയെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് ഗൗരിമോൾ കണ്ണു തുറക്കുന്നു. അയ്യോ, ഞാനിപ്പോൾ ഇതെവിടെയാണ്? അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടുകൊണ്ട് ഗൗതം പറയുന്നുണ്ട്, മോളെ ഞാൻ ദത്തെടുത്തു. മോളിപ്പോൾ ഇവിടെ എൻ്റെ കൂടെയാണുള്ളത്. നന്ദുവും പറയുന്നുണ്ട്, ഗൗരി, അച്ഛൻ നിന്നെ ദത്തെടുത്ത്, അച്ഛനിപ്പോൾ നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ല. അയ്യോ, എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, മോളുടെ അമ്മ അങ്ങ് ദൂരെ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പോവുകയിരിക്കുകയാണ് എന്നെല്ലാം. പിന്നെ അവളോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അമ്മ വരട്ടെ എന്ന് പറയുമ്പോൾ നന്ദുമോൻ പറയുന്നുണ്ട്, ഡോക്ടർ ആൻറ്റി വരാനൊന്നും കാത്തു നിൽക്കണ്ട, നമുക്കിപ്പം തന്നെ ഭക്ഷണം കഴിക്കാം. എന്നാൽ നീയും കൂടി എൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുമോൻ പിങ്കിയോട് ഭക്ഷണം തരാൻ പറയുകയാണ്. അങ്ങനെ പിങ്കി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പിങ്കി ഇപ്പോൾ. അവൾ അങ്ങനെ തന്നെ അടുക്കളയിലേക്ക് പോയി കുട്ടികൾക്കുള്ള ഭക്ഷണം എടുക്കാൻ നോക്കുന്നുണ്ട്. എന്തെല്ലാമോ ചിന്തയിലാണ്ട് പോയ അവൾ അങ്ങനെ എന്തെന്ന് യാതൊരു ശ്രദ്ധയുമില്ലാതെ പാൽ അടുപ്പത്ത് വെച്ചു. പാൽ പതച്ച്
തൂവാൻ നോക്കുമ്പോൾ അവൾ അത് ഇറക്കി വെക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റവ് ഓഫാക്കാതെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അവൾക്കൊരു തലചുറ്റൽ വരുന്നുണ്ട്. അപ്പോഴാണ് ലക്ഷ്മി അവിടേക്ക് വന്നത്. അവൾ അത് കാണുകയും പെട്ടെന്ന് തന്നെ അവൾ പിടിച്ച് തൻ്റെ തോളിലേക്ക് കിടത്തുകയും ചെയ്യുന്നുണ്ട്. "എന്ത് പറ്റി പിങ്കി?" എന്ന് ചോദിക്കുമ്പോൾ, "അമ്മേ, എനിക്കെന്താണ് പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഇപ്പോൾ ഗൗരിമോളെ കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇനി നന്ദയെയും കൊണ്ടുവരില്ലേ? അപ്പോൾ എൻ്റെ ജീവിതം എന്താവും?" എന്നെല്ലാം ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, "മോളെ, ഗൗതത്തിൻ്റെ സ്വന്തം മോളല്ലേ. അവളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ" എന്ന് പറഞ്ഞത് കേട്ടു. "ഓ, നിങ്ങളെല്ലാം ഇപ്പോൾ അവളുടെ സൈഡായല്ലേ" എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി പിങ്കി അവിടെ കിടന്ന് കരയുന്നതോടു കൂടിയാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. ഈ അടിപൊളി എപ്പിസോഡ് കാണാൻ മറക്കല്ലേ. എന്നാൽ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.